എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. GY-MAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ്. ആ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ മൊഡ്യൂൾ, അതായത് ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സീരീസ് റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ടെയ്ലർ സീരീസും മക്ലൂറിൻ സീരീസിൻ്റെയും ഫോർമുലയും ടെയ്ലർ സീരീസിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്ലൂറിൻ സീരീസ് എന്ന് പറയുന്നത് ടെയ്ലർ സീരീസിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അറ്റ് x=0 ടെയ്ലർ സീരീസ് ഈസ് റെപ്രസെന്റഡ് ആസ് മക്ലൂറിൻ സീരീസ്. ഇപ്പൊ ടെയ്ലർ സീരീസിന്റെ ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി മക്ലൂറിൻ സീരീസ് പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 നോൺ സീറോ ടേംസ് എങ്കിലും വരുന്ന രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find Maclaurin series of f of x equal to 1/1 minus x എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1/1 minus x-ന്റെ മക്ലൂറിൻ സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ. അപ്പോൾ ആദ്യമേ തന്നെ മക്ലൂറിൻ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതി വയ്ക്കുക. f of x is equal to f of 0 plus x raised to 1/1 factorial into f dash 0 plus x square divided by 2 factorial into f double dash 0 plus x cube divided by 3 factorial into f triple dash 0 plus etc. ഇതാണ് മക്ലൂറിൻ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ടേംസും കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്കിയോ, അപ്പം f of x എന്ന് പറയുന്ന സംഗതി എന്താണ്? f of x is equal to 1/1 minus x ആണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. f of 0 എടുത്താൽ എന്താണ് വരിക? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0, 1/1, ആൻസർ 1 കിട്ടും. ഓക്കെ, ഇനി f ഡാഷ് 0 വേണം. അപ്പം അതിനുവേണ്ടി f ഡാഷ് x എടുക്കണം. നമുക്കറിയാം f of x എന്ന് പറയുന്നത് എന്താണ്? 1/1 മൈനസ് x ആണ്. ഇതിനെ എനിക്ക് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ 1/x-നെ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? x റേസ് ടു മൈനസ് 1 എന്ന് എഴുതാറുണ്ട്. അപ്പം 1/1 മൈനസ് എക്സിനെ നമുക്ക് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ ഇനി ഇവിടെ നമ്മൾ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം ഇൻസൈഡ് ഉള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ 1 മൈനസ് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മൈനസ് 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ബാക്കി 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1 എന്നുള്ളത് മൈനസ് 2 ആവും. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡാഷ് 0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? അപ്പോൾ എഫ് ഡാഷ് 0 കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 0 കൊടുക്കുക. എഫ് ഡാഷ് 0 ഈക്വൽ ടു 1 മൈനസ് 0 റേസ് ടു മൈനസ് 2. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 റേസ് ടു മൈനസ് 2. 1 റേസ് ടു എനിത്തിങ് എന്താണ്? 1 തന്നെയാണ് ആൻസർ. അപ്പോൾ എന്തായി? എഫ് ഡാഷ് 0 ആയി. ശരിയാണല്ലോ? ഇനി എഫ് ഡബിൾ ഡാഷ് 0യും കൂടെ കണ്ടുപിടിച്ചാൽ 3 ടേംസ് ആയി. അത്രയും വരെ മതിയാവും. ഓക്കെ, ഇപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 ആണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പം മൈനസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ 1 മൈനസ് എക്സ് ആണ്. 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് 1. മറന്നു വരുത് കേട്ടോ. സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 എന്നുള്ളത് പ്ലസ് 2 വരും. ബാക്കി 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 മൈനസ് 3. അപ്പോൾ ഇതാണ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ്. എക്സിന് 0 കൊടുക്കുക. 2 ഇൻറ്റു 1 മൈനസ് 0 റേസ് ടു മൈനസ് 3. 2 ഇൻറ്റു 1 റേസ് ടു മൈനസ് 3. 1 റേസ് ടു ആയതുകൊണ്ട് 1 തന്നെയാവും ആൻസർ. അപ്പോൾ 2 ഇൻറ്റു 1 ആൻസർ 2 കിട്ടും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എടുത്തപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, ഇനി ഈ വാല്യൂസ് നമ്മൾ ഇവിടേക്ക്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്തോളൂ, എഫ് ട്രിപ്പിൾ ഡാഷും കൂടെ എടുത്തോളൂ. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു, നോക്കിയേ ഈ കാണുന്ന എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 2 മാറ്റി നിർത്തി, എക്സ് റൈസ് ടു എന്നിൻ്റെത് n ഇൻറ്റു -3 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -3 മൈനസ് 1 -4 വരും ഇൻറ്റു 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1. അത് മറന്നു വരുന്നത് കേട്ടോ. സോ 2 ഇൻറ്റു 3 6, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ 6 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -4. ഇതാണ് നമ്മുടെ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. 6 ഇൻറ്റു 1 മൈനസ് 0 റൈസ് ടു -4, 6 ഇൻറ്റു 1 റൈസ് ടു -4. ഓക്കെ, 1 റൈസ് ടു എനിത്തിങ് ഈസ് 1 ഇറ്റ് സെൽഫ്. 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താവും? 6 ആവും. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0. എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0. എഫ് ഡബിൾ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് 0. എഫ് ട്രിപ്പിൾ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്, അത് 2 വരും, ഇൻറ്റു 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, ആൻസർ 6 വരും. അപ്പോൾ ഈ 3 ഫാക്ടോറിയൽ 6 വരും, ഇൻറ്റു 6 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്യാം, 6ഉം 6ഉം കട്ട് ചെയ്യാം. ബാക്കി എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? എക്സ് റൈസ് ടു 4 ആയിരിക്കും, അടുത്തത് എക്സ് റൈസ് ടു 5 ആയിരിക്കും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഡഡ് ആയിട്ട് പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ദ റിക്വയർഡ് മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് 1/1 മൈനസ് എക്സ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളൂ. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു എക്സ്പാൻഷൻ ആണ് കേട്ടോ. 1/1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇത് 1 മൈനസ് എക്സ് റൈസ് ടു -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിങ്ങനെ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ, പിന്നീട് ഇതിന്റെ ഡയറക്റ്റ് യൂസ് വരാറുണ്ട്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഇതേപോലെ ഡിറൈവ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, ഫൈൻഡ് ദ മക്ലൂറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നുള്ളതാണ് ചോദ്യം. ഇ റൈസ് ടു എക്സിന്റെ മക്ലൂറിൻ സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. സോ മക്ലൂറിൻ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് 0 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0, ആൻസർ 1 വരും. ഓക്കെ, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0, ആൻസർ 1 വരും. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇ റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. എഫ് ഡബിൾ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0, 1 വരും. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇ റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. എഫ് ട്രിപ്പിൾ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0, ആൻസർ 1 വരും. ഓക്കെ, ഇത്ര മതി. സോ പറഞ്ഞ അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ വരും? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് 0 1 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ
പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ആയി പോവുക. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ആണ്. ദർഫോർ ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോ ഇത് റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ട്. +2 നമ്മുടെ റെഗുലർ സിലബസിൽ പറയുന്നില്ല. അപ്പൻഡിക്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് +2 അവസാനം പഠിക്കാനുണ്ട്. അതിനകത്ത് എന്താണ് ഇ റൈസ് ടു എക്സിനെ കുറിച്ച് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇ റൈസ് ടു എക്സിൻ്റെ ഈ എക്സ്പാൻഷനൊക്കെ +2 ടെക്സ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അവസാനം കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ പഠിക്കാനായിട്ട് തരുന്നുണ്ട്. ആവശ്യമുള്ളവർ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിനകത്ത് ലോ ഓഫ് സൈൻ, ലോ ഓഫ് കൊസൈൻ, ഇതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷൻ, ലോഗരിതത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗരിതമിക് ഫംഗ്ഷൻസിനകത്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്തവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിവേ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഇതിപ്പം ഈ ഒരു റിസൾട്ട് മാത്രമേ അവിടെ ഉള്ളൂ. അതെങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഇത് വന്നത് എന്നൊന്ന് ഓർമ്മിപ്പിച്ചാണ്. ചിലപ്പോൾ ഈ റിസൾട്ട് പഠിച്ചിട്ടുള്ളവരുണ്ടാവും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, ഫൈൻഡ് മക്ലോറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ. അപ്പോൾ ആദ്യമേ തന്നെ മക്ലോറിൻ സീരീസ് നമ്മളൊന്ന് എഴുതി വെക്കുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എക്സ് റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് 0 പ്ലസ് എക്സെട്ര. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരാണ്? സൈൻ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ദെൻ എഫ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 0, ആൻസർ 0 വരും. ദെൻ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എഫ് ഡാഷ് 0 എടുത്തു കഴിഞ്ഞാൽ കോസ് 0 വരും. അതിന്റെ ആൻസർ 1 വരും. ഓക്കെ, ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എഫ് ഡബിൾ ഡാഷ് 0 എടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ 0, ആൻസർ 0 വരും. ഓക്കെ, അപ്പം 3 ടേംസ് കണ്ടുപിടിച്ചതിൽ 2 0, ഒറ്റ നോൺ 0 ആയിട്ടുള്ളൂ. മിനിമം 3 നോൺ 0 എങ്കിലും എഴുതണേ മക്കളെ. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് കോസ് 0, എന്ത് വരും? -1 വരും. ക്ലിയർ ആണോ നോക്കണേ? ശരിയല്ലേ? ഇനി എഫ് റൈസ് ടു 4 ഓഫ് 0, 4 ഡാഷ് ഓഫ് 0. ഇപ്പോൾ എഫ് റൈസ് ടു 4 ഡാഷ് ഓഫ് എക്സ് ആദ്യം നോക്കാം. സോ മൈനസ് ഓഫ്, അതായത് ട്രിപ്പിൾ ഡാഷിനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. മൈനസ് ഓഫ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പം ആൻസർ പ്ലസ് സൈൻ എക്സ് വരും. എഫ് റൈസ് ടു 4 ഡാഷ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ സൈൻ 0, അഗെയിൻ എന്താവും? 0. ഓക്കെ, ദെൻ എഫ് റൈസ് ടു 5 ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? എഫ് റൈസ് ടു 5 ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 4 ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്, 4 ഡാഷ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എഫ് റൈസ് ടു 5 ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആൻസർ കോസ് 0 വരും. കോസ് 0 എന്താണ്? 1. ഓക്കെ, അപ്പോൾ നോൺ 0 3 ആയിട്ടുണ്ട്. 1 -1 1 3 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. ഇനി വേണ്ട അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 0 ആണ് പ്ലസ് എക്സ് റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 1 ആണ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 0 ആണ് പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 -1 ആണ്.
പ്ലസ് എക്സ് റൈസ് ടു 4/4 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് 4' എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് 5' എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് എക്സെട്ര. ഓക്കെ, സോ നോൺ സീറോ ആയിട്ട് വരുന്നത് എന്താണ്? എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു 1, അതായത് എക്സ് വരും. ഈ ടേം 0 ആയി പോകും. ഓക്കെ, ഈ കാണുന്ന ടേം 0 ആയി പോകും, ഈ കാണുന്ന ടേമും 0 ആയി പോകും. ബാക്കി എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് x³ 3 ഫാക്ടോറിയൽ, ഇവിടെ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ. ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ് മൈനസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് പ്ലസ് അടുത്ത മൈനസ് എക്സ് റൈസ് ടു പവർ 2 കൂടിയാണ് പോകുന്നത്. അപ്പോൾ 5 × 2 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 9/9 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. സോ ദിസ് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ എന്താണ്? സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 9/9 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ മക്ലൂറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, സോ ചെയ്തോ, എല്ലാവരും ചെയ്ത് നോക്കിക്കേ. ആൻസർ എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു f' 0 പ്ലസ് x² 2 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) പ്ലസ് x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? കോസ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. f' കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. f'(0) എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇനി f'(x) മൈനസ് മാറ്റി നിർത്തി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. f'(0) മൈനസ് കോസ് 0 മൈനസ് 1. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത f'(x) is equal to, നോക്കിക്കേ, ആദ്യമേ ഒരു എഫ് ഓഫ് 0 ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോളൂ. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ കോസ് 0 1 ഉണ്ട്. എഫ് ഓഫ് 0 ആയി, f'(0) ആയി, f'(0) ആയി. ഇനി f'(x) കണ്ടുപിടിക്കാം. f'(x) എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്, മൈനസ് ഓഫ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ആൻസർ പ്ലസ് സൈൻ എക്സ് വരും. f'(0) എന്ന് പറഞ്ഞാൽ സൈൻ 0, സൈൻ 0 എന്ന് പറഞ്ഞാൽ ആൻസർ 0. ഓക്കെ ആണേ? ഇനി f'(4'(x) is equal to ട്രിപ്പിൾ ഡെറിവേറ്റീവ് എടുക്കുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. f'(4'(0) എന്ന് പറഞ്ഞാൽ കോസ് 0, ആൻസർ എന്ത് വരും? 1. ഓക്കെ, ഇത്രയും മതി. ഇപ്പോൾ 3 നോൺ സീറോ ടേംസ് ആയോ? 1 2 3 നോൺ സീറോ ടേംസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ അത് മതി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് 0 1 പ്ലസ് എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) എന്ന് പറഞ്ഞാൽ 0 പ്ലസ് x² 2 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) എന്ന് പറഞ്ഞാൽ മൈനസ് 1 പ്ലസ് x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു f'(0) എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സെട്ര. ഓക്കെ, അതായത് 1 പ്ലസ് ഈ കാണുന്ന ടേം 0 ആയിപ്പോയി, ഈ കാണുന്ന ടേമും 0 ആയിപ്പോയി. ബാക്കി പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് x² ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, ബാക്കി പ്ലസ് എക്സ് റൈസ് ടു 4/4 ഫാക്ടോറിയൽ. ഇനി അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് നമുക്ക് എഴുതാം അല്ല. അടുത്ത എന്തായിരിക്കും? അടുത്ത് മൈനസ് പ്ലസ് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ഉണ്ട്. മൈനസ് എക്സ് റൈസ് ടു 6/6 ഫാക്ടോറിയൽ, ശരിയല്ലേ? പവർ 2 കൂട്ടിയാണ് പോകുന്നത്. പ്ലസ് എക്സ് റൈസ് ടു 8/8 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര.
സോ ഇതാണ് എന്തിൻ്റെ എക്സ്പാൻഷൻ? cos xന്റെ എക്സ്പാൻഷൻ. therefore cos x is equal to 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus x raised to 8 by 8 factorial minus etc. So this is the required Maclaurin series expansion of cos x. cos x ന്റെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് Maclaurin സീരീസ് ഓഫ് f of x equal to cos hx. ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ Maclaurin സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. നോക്കണേ, f of x is equal to എന്താണ്? cos hx ആണ് നമ്മുടെ f of x. സോ ആദ്യമേ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് f of x is equal to f of 0 plus x raised to 1 by 1 factorial into f dash of 0 plus x square by 2 factorial into f double dash of 0 plus x cube divided by 3 factorial into f triple dash of 0 plus etc. Okay. So here f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? f of x is equal to cos hx എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ f of 0 എന്ന് പറഞ്ഞാൽ cos h0. cos h0 എന്താണ്? 1 ആണ് അല്ലേ? cos 0 1 ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. cos hxന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രകാരം cos hx എന്ന് പറഞ്ഞാൽ e raised to x plus e raised to minus x by 2 ആണ്. ഇപ്പോൾ cos h0 എന്ന് പറഞ്ഞാൽ e raised to 0 plus e raised to 0 by 2. അത് 1 plus 1 by 2. ആൻസർ 2 by 2 1 കിട്ടും. ഓക്കെ, അതേപോലെ sin hx എന്ന് പറഞ്ഞാൽ e raised to x minus e raised to minus x by 2 ആണ്. sin h0 എടുത്തു കഴിഞ്ഞാൽ e raised to 0 minus e raised to 0 by 2 കിട്ടും. 1 minus 1 by 2 കിട്ടും. 0 by 2 കിട്ടും. അതിൻ്റെ ആൻസർ 0 ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ f of 0 എന്ന് പറയുന്നത് cos h0, അതെന്ത് കിട്ടി? 1 കിട്ടി. ഇനി sin hxന്റെ ഡെറിവേറ്റീവ് ആണ് cos hx. cos hxന്റെ ഡെറിവേറ്റീവ് ആണ് sin hx. അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ദെൻ f dash x എന്ന് പറഞ്ഞാൽ cos hxന്റെ ഡെറിവേറ്റീവ് sin hx. മൈനസ് ഇല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി f dash of 0 എന്ന് പറഞ്ഞാൽ sin h0. sin h0 0 ആണെന്ന് നമ്മളിപ്പം ചെയ്ത് കാണിച്ചു. ഇനി f double dash of x is equal to f dash x in derivative sin hx in derivative cos hx. f double dash of 0 is equal to cos h0. cos h0 എന്ന് പറഞ്ഞാൽ 1 ആണ്. f triple dash of x is equal to f double dash of x in derivative cos hx in derivative sin hx. f triple dash of 0 is equal to sin h0 is equal to 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? 3 നോൺ സീറോ ടേംസ് ആയോ? ഇല്ല, 2 നോൺ സീറോ ടേംസ്. 2 നോൺ സീറോ ടേംസ് ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. f raised to 4 of x is equal to എന്താണ് വരിക? sin hx in derivative cos hx. f raised to 4 dash of 0 എന്ന് പറഞ്ഞാൽ cos h0 is equal to 1. ഇപ്പോൾ 1, 2, 3 നോൺ സീറോ ടേംസ് ആയിട്ടുണ്ട്. സോ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എന്ത് വരും? f of x is equal to f of 0 is 1 plus x raised to 1 by 1 factorial into f dash 0 is 0 plus x square by 2 factorial into f double dash of 0 1 ആണ് plus x cube by 3 factorial into f triple dash of 0 എന്ന് പറയുന്നത് 0 ആണ് plus x raised to 4 by 4 factorial into f 4 dash of 0 എന്ന് പറയുന്ന 1 ആണ് പ്ലസ് എക്സെട്ര. സോ f of x എന്ന് പറഞ്ഞാൽ cos hx എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ഈ ടേം 0 ആയിപ്പോയി, ഈ ടേമും 0 ആയിപ്പോയി. ബാക്കി x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അടുത്ത എന്തായിരിക്കും? x റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. അടുത്തത് x റൈസ് ടു 8 ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് cos hx. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇതാണ് cos hxന്റെ മക്ലൗറിൻ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കോസ് എച്ച് എക്സിൻ്റെ നമ്മൾ ചെയ്തു. അടുത്ത സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. ഓക്കെ, സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. അതിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസും പ്ലസ്സും ആയിരുന്നു. അത് ഫുള്ള് പ്ലസ് ആക്കിയാൽ മതി. നമുക്കറിയാം സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ആയിരുന്നു. സൈൻ എച്ച് എക്സ് വന്നാൽ ഇത് കംപ്ലീറ്റ് അങ്ങ് പ്ലസ് ആക്കിയാൽ മതി. എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ കോസ് എക്സിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ കോസ് എച്ച് എക്സ് ഹൈപ്പർബോളിക്ക് വരുമ്പോൾ ഇത് ഫുള്ള് പ്ലസ് ആക്കിയാൽ മതി. 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ശരിയല്ലേ? യെസ്. അപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. ഇതിങ്ങനെ പഠിച്ചു വെക്കണം നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട്, പിന്നീട് നമുക്ക് യൂസ് വരുന്നതാണ്. ഇതിപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മളിത് ഡിറൈവ് ചെയ്ത് കാണിക്കണം. ഫൈൻ മക്ലൂറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എക്സ് റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? സൈൻ എച്ച് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, സോ 1 ബൈ 1 ആയിട്ട് ചെയ്തോളൂ. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്താണ് വരിക? എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. എഫ് ഓഫ് 0 ആദ്യം ഒന്ന് എടുത്ത് വെച്ചോളൂ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് 0, സൈൻ എച്ച് 0 എന്ന് പറഞ്ഞാൽ 0. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് കോസ് എച്ച് 0. കോസ് എച്ച് 0 1 ആണ്. ഓക്കെ, ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് എച്ച് 0 എന്ന് പറയുന്നത് 1. ഓക്കെ, ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? കോസ് എച്ച് 0, കോസ് എച്ച് 0 1. 3 നോൺ സീറോ ആയിട്ടുണ്ട്. എഫ് ഡബിൾ ഡാഷ് 1 ട്രിപ്പിൾ ഡാഷും 1. ഓക്കെ, എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഒന്നുകൂടെ നോക്കാം. സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്, കോസ് എച്ച് എക്സിൻ്റെ 0 എടുത്തപ്പോൾ 1 കിട്ടി. കോസ് എച്ച് എക്സിൻ്റെ സൈൻ എച്ച് എക്സ്. ഓക്കെ, ഇവിടെ സൈൻ എച്ച് 0 ആണ് കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ സൈൻ എച്ച് 0 അല്ലേ? സൈൻ എച്ച് 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്, കോസ് എച്ച് 0 1 ആണ്. ഇനി എഫ് റൈസ് ടു 4 ഓഫ് എക്സ്, എഫ് റൈസ് ടു 4 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് കോസിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ്. ഇനി എഫ് റൈസ് ടു 4 ഓഫ് 0 എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് 0. ആൻസർ എന്ത് വരും? 0. 3 ആയിട്ടുണ്ടോ നോൺ സീറോ? 1, 2 ആയിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ എടുക്കാം. എഫ് റൈസ് ടു ഇത് 4 ആണ് കേട്ടോ. അടുത്ത 5, എഫ് റൈസ് ടു 5 ഓഫ് 0 എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. എഫ് റൈസ് ടു 5 ഓഫ് 0 എന്ന് പറഞ്ഞാൽ കോസ് എച്ച് 0, കോസ് എച്ച് 0 1 വരും. ഓക്കെ, അപ്പോൾ 3 ആയിട്ടുണ്ട് നോൺ സീറോ. ഇനി അവിടേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? എഫ് ഓഫ് 0, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എക്സ് റൈസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് 4 ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് 5 ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ടേം 0 ആയിപ്പോയി.
ഈ കാണുന്ന ടേമും 0 ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതായത് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് അടുത്തത് എക്സ് റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 9/9 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെ വരും. ഇതാണ് എന്തിൻ്റെ എക്സ്പാൻഷൻ? നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ. ഇത് ഓൾറെഡി നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരും? എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അത് ആദ്യമേ തന്നെ നമുക്ക് ഇത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് മാറ്റി കംപ്ലീറ്റ് പ്ലസ് ആക്കി കഴിഞ്ഞാൽ ഹൈപ്പർബോളിക്കിൻ്റെ കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, ഫൈൻ മക്ലോറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1/1 മൈനസ് എക്സിൻ്റെ സ്ക്വയറിൻ്റെ മക്ലോറിൻ സീരീസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കോളൂ. സോ ഹിയർ ആദ്യമേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എക്സ് റൈസ് ടു 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര. ഓക്കെ. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ, അതായത് 1 മൈനസ് എക്സ് റൈസ് ടു -2 എന്ന് എഴുതാം. ഓക്കെ. എഫ് ഓഫ് 0 കൂടെ ഒന്ന് ആദ്യം ഒന്ന് എടുത്ത് വെച്ചോളൂ. എഫ് ഓഫ് 0 എടുത്ത് വെച്ചാൽ 1 മൈനസ് 0 റൈസ് ടു -2, അതായത് 1 റൈസ് ടു -2, 1 റൈസ് ടു എനിത്തിങ് ഈസ് 1. ഓക്കെ ആണല്ലോ. ഇനി എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്താണ് വരിക? എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n-1. ഇപ്പോൾ റൈസ് ടു -2 ആണ്. ഇപ്പോൾ -2 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -2 -1, അതായത് -2 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു, ഇവിടെ കഴിയുന്നില്ല, ഇൻറ്റു എന്തും കൂടി ഉണ്ട്, ഒരു -1 കൂടി ഉണ്ട്, മറന്നു വരുത്. n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരു -1 കൂടി വരും. ഓക്കെ. സോ ഇവിടെ രണ്ട് മൈനസുകൾ ചേർത്ത് പ്ലസ് ആക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -3 എന്ന് വരും. ഓക്കെ. ഇനി എഫ് ഡാഷ് ഓഫ് 0 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 2 ഇൻറ്റു 1 മൈനസ് 0 റൈസ് ടു -3, 2 ഇൻറ്റു 1 റൈസ് ടു -3, ആൻസർ 2 വരും അല്ലേ? 1 റൈസ് ടു -3 1 തന്നെയാണ്. അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -3 ആണ്. അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 ഇൻറ്റു -3 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -3 -1 n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം അകത്തുള്ള 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 3 6 ആവും. 1 മൈനസ് എക്സ് റൈസ് ടു -3 -1 -4 ആവും. ഓക്കെ. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കൊടുക്കുകയാണെങ്കിൽ 6 ഇൻറ്റു 1 മൈനസ് 0 റൈസ് ടു -4, 6 ഇൻറ്റു 1 റൈസ് ടു -4, ആൻസർ എന്ത് വരും? 6 വരും. ക്ലിയർ? ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇതാണ് വാല്യൂ, അതിൻ്റെ ഡെറിവേറ്റീവ് 6 ഇൻറ്റു -4 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -4 -1 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. ശരിയാണേ? സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 6 4 24 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു -4 -1 -5 ആവും. ഓക്കെ. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. 24 ഇൻറ്റു 1 മൈനസ് 0 റൈസ് ടു -5, 24 ഇൻറ്റു 1 മൈനസ് 0 1 ആവും. 1 റൈസ് ടു -5 1 തന്നെയാണ്. ആൻസർ എന്ത് കിട്ടും? 24 കിട്ടും. ഓക്കെ. നോൺ സീറോ ടേംസ് ആണ്. ഇപ്പോൾ 1ഉം 2ഉം 6ഉം 24ഉം ഒക്കെ അത്ര മതി. അത്ര അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് കിട്ടുക? therefore f of x is equal to f of 0. f of 0 is 1 plus x raised to 1/1 factorial, അതായത് x by 1 factorial into f dash 0. f dash 0 is 2 plus x square by 2 factorial into
f double dash of 0 is 6 plus x cube by 3 factorial into f triple dash of 0 is 24 plus etc. Okay, so this is equal to 1 plus എന്താണ് x by 1 factorial into 2 എന്ന് പറഞ്ഞാൽ 2x plus x square by 2 factorial എന്ന് പറഞ്ഞാൽ 2 into 1 2 ആണ് into 6 ഉണ്ട് plus x cube by 3 factorial എന്ന് പറഞ്ഞാൽ 6 ആണ് 3 into 2 into 1 into 24 ഉണ്ട് plus etc. അപ്പോൾ ഇവിടെ 2ഉം 6ഉം കട്ട് ചെയ്ത് 3 ആക്കാം 6ഉം 24ഉം കട്ട് ചെയ്ത് 4 ആക്കാം. ഓക്കെ, സോ അപ്പോൾ എന്താണ് വരിക? f of x is equal to 1 plus 2x plus 3x square 1 plus 2x plus 3x square plus 4x cube plus etc. 4x cube plus etc. എന്താണ് 1 plus 2x plus 3x square plus 4x cube plus etc. അടുത്ത 5x raised to എന്താ വരും 1 plus 2x plus 3x square plus 4x cube plus 5x raised to 4 വരും അടുത്തത്. അതിൻ്റെ അടുത്ത ടേം 6x raised to 5 വരും. അതിൻ്റെ അടുത്തത് 7x raised to 6 വരും പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് ദ റിക്വയർഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, നന്നായിട്ടൊന്ന് ചെയ്ത് പഠിച്ചോളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കിട്ടിയ ഉത്തരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു റിസൾട്ടായിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. കാരണം ഇനി പിന്നീട് ഫർദർ യൂസ് ഭയങ്കരമാണ് അതിൻ്റെ. ഓക്കെ, ഇനി വരുന്ന സെമസ്റ്ററുകളായാലും പ്രത്യേകിച്ച് S3 വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലാണ്. അന്നേരം നമ്മൾ ഇതുപോലെ മക്ലൂറിൻ സീരീസ് ഡിറൈവ് ചെയ്തെടുക്കില്ല, നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുകയുള്ളൂ. സോ അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കേണ്ട മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട റിസൾട്ടുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് 1 plus x raised to minus 1 എന്ന് പറഞ്ഞാൽ 1 minus x plus x square minus x cube plus etc. 1 minus x raised to minus 1 ആണെങ്കിൽ 1 plus x square plus x cube plus etc. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. 1 minus x raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 1 minus x നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കാം. ഇനി 1 plus x raised to minus 2 ആണെങ്കിൽ 1 minus 2x plus 3x square minus 4x cube plus etc. 1 minus x raised to minus 2 ആണെങ്കിൽ 1 plus 2x plus 3x square plus 4x cube plus etc. ഓക്കെ, ഇനി sin xന്റെ എക്സ്പാൻഷൻ എന്താ? x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus x raised to 7 by 7 factorial plus etc. cos x ന്റെ ആണെങ്കിലോ cos x equal to 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus x raised to 8 by 8 factorial minus etc. ഇനി sin hx ആണെങ്കിലോ ഹൈപ്പർബോളിക്കിലേക്ക് വരുമ്പോൾ ഈ മൈനസ് എല്ലാം ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് പ്ലസ് ആക്കിയാൽ മതി. എന്ത് വരും? x plus x cube by 3 factorial plus x raised to 5 by 5 factorial plus x raised to 7 by 7 factorial plus etc. ഓക്കെ, cos hx ആണെങ്കിലോ 1 പ്ലസ് ഇവിടെ ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് മാറ്റി കംപ്ലീറ്റ് പ്ലസ് ആക്കുക. 1 plus x square by 2 factorial plus x raised to 4 by 4 factorial plus x raised to 6 by 6 factorial plus x raised to 8 by 8 factorial plus etc. ഓക്കെ, ഇനി e raised to x ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു 1 plus x plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. ഓക്കെ, സോ ഇത്രയും റിസൾട്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഇത് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇനി ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്കതിൻ്റെ മക്ലൂറിൻ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലോഗ് 1+x ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോഗ് 1+x അത് നമ്മുടെ f(x) ആയിട്ട് എടുത്താൽ നമുക്ക് ബാക്കി ചെയ്യാൻ അറിയാം. f(x) = f(0+x)(1/1 factorial into f'(0+x2/2 factorial into f'(0+x3/3 factorial into f'(0+) etc. ഇതിൽ f(x) കിട്ടിക്കഴിഞ്ഞാൽ ഏത് f(x) ആണെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം, 0 കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം, കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് മെയിൻ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് ഫംഗ്ഷൻ ചോദിച്ചാലും. അപ്പോൾ ഇനി ചെയ്യാലോ. പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x = 0 എന്ന് അവർ എടുത്ത് ചോദിക്കും. ആ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x = 0 ആണ് മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ മക്ലൂറിൻ എന്നുള്ള പേര് അവിടെ ഉണ്ടാവില്ല. ഇപ്പൊ ടെയ്ലർ സീരീസ് എന്ന് കാണുമ്പോൾ തന്നെ ചാടിക്കേറി ടെയ്ലർ സീരീസിന്റെ ഫോർമുലയിലേക്ക് പോകണ്ട. ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, ഫൈൻഡ് ദ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x = 0 ഫോർ ദ ഫംഗ്ഷൻ 1/1 - x². 1/1 - x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x = 0 എന്നാണ് ചോദിച്ചത്. ഫൈൻ മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ എന്നല്ല ചോദിച്ചത്. അപ്പൊ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x = 0 ആണ് മക്ലൂറിൻ സീരീസ് എന്ന് അറിയുന്ന ഒരാൾക്ക് ഡയറക്ട്ലി യു ക്യാൻ ഗോ വിത്ത് ദ മക്ലൂറിൻ സീരീസ് ഫോർമുല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ടെയ്ലറിന്റെ സീരീസിന്റെ ഫോർമുല അവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ ടെയ്ലർ സീരീസിന്റെ എഴുതിയിട്ട് അവിടെ x-ന് 0 കൊടുത്താലും മതി, അന്നേരം മക്ലൂറിനിലേക്കാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുണ്ടായിരുന്നത്. അടുത്തപ്പോൾ നമ്മൾ ടെയ്ലറും പഠിച്ചു, മക്ലൂറിനും പഠിച്ചു. ഇനി നമുക്ക് ഫൊറിയർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൊറിയർ സീരീസ് പഠിക്കാം. അണ്ടിൽ ദെൻ ബൈ ബൈ.